നിങ്ങളൊരു നദിയുടെ തീരത്താണ്. നിങ്ങൾക്ക് ആ നദി കടന്നിട്ട് അകലെയുള്ള ഒരു ഐലൻഡിലേക്ക് എത്തണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ അടുത്ത് ഐലൻഡിലേക്ക് യാത്ര പോകാനായിട്ട് ഒരു ബോട്ട് നദിയുടെ തീരത്തുണ്ട്. ഐലൻഡിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആളുകൾ ആ ബോട്ടിൽ ഇപ്പോൾ തന്നെ കയറിയിരിക്കുന്നു. തൊട്ടടുത്ത് ചെറിയ ഒരു ബോട്ടുമുണ്ട്. കഷ്ടിച്ച് ഒന്നോ രണ്ടോ പേർക്കോ സഞ്ചരിക്കാവുന്ന ഒരു ചെറിയ ബോട്ട്. ആ ചെറിയ ബോട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വേഗത്തിൽ അക്കരെ എത്താൻ സാധിക്കും. നിങ്ങൾ ഇതിലേത് ബോട്ട് തിരഞ്ഞെടുക്കും? ഞാൻ പറഞ്ഞു വരുന്നത് കരിയറിനെ കുറിച്ചാണ്. ഈ വലിയ ബോട്ട് എന്ന് പറയുന്നത് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കരിയർ ഇൻഡസ്ട്രികളാണ്. ഒരുപാട് ആളുകൾ ട്രെൻഡിന് പുറകെ പോകുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ട്രെൻഡുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ട്രെൻഡുകളെയല്ല. എല്ലാവരും പോകുന്ന വഴികൾ നമ്മൾ എന്തിനു തിരഞ്ഞെടുക്കണം? നമ്മളുടെ വഴികൾ തിരഞ്ഞെടുക്കാൻ നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഉള്ളിലുള്ള പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് എല്ലാവരും സഞ്ചരിക്കാൻ പോകുന്ന വലിയ ബോട്ടിലേക്കല്ല നമ്മൾ കയറേണ്ടത്. ചെറിയ ബോട്ട് സെലക്ട് ചെയ്യണം. ചെറിയ ബോട്ടാണെങ്കിൽ വേഗത്തിൽ നമുക്ക് വളരാം. നമുക്കറിയാവുന്ന നമുക്ക് പറ്റുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും. ട്രെൻഡുകൾ ഫോളോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ട്രെൻഡുകളിൽ കാണുന്ന സക്സസ് കണ്ടിട്ടായിരിക്കണം. പക്ഷേ ആ സക്സസ് നമുക്ക് നേടാനാകുമോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് വേണം കരിയർ തിരഞ്ഞെടുക്കാൻ.